ഉരുളൻകിഴങ്ങ് കൊണ്ടുള്ള റെസിപ്പി ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് നന്നായിട്ട് മൊരിഞ്ഞ ഒരു ഉരുളൻകിഴങ്ങ് മസാലയാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. റെഡിയാക്കിയിട്ട് എടുക്കാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അത് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സാൻഡ്വിച്ച് പോലെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കാമെന്ന്. ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇതേപോലത്തെ 3 വലിയ ഉരുളൻകിഴങ്ങാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അത് നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരുപാട് മസാലകളൊന്നും ചേർക്കണില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്നത് ചിലത് ഭയങ്കര വലിയ വെളുത്തുള്ളിയാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇതേപോലത്തെ കുറച്ച് വലിയ വെളുത്തുള്ളി ഉണ്ടല്ലോ, ഇങ്ങനത്തെ വലിയ വെളുത്തുള്ളിയൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 7 വലിയ വെളുത്തുള്ളി എടുക്കുക. ഇപ്പോൾ നമ്മുടെ നാടൻ ചെറിയ വെളുത്തുള്ളി ഉണ്ടല്ലോ, ആ വെളുത്തുള്ളിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 9 അല്ലെങ്കിൽ ഒരു 10 അല്ലി വെളുത്തുള്ളി എടുക്കുക. ഈ വെളുത്തുള്ളി നമ്മൾ ചതച്ചിട്ട് എടുക്കണം. ഇതിലേക്ക് നമ്മൾ സവോള ഒന്നും ചേർക്കണില്ല കേട്ടോ. സവോളയൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഉരുളൻകിഴങ്ങ് അത് കുഴഞ്ഞു പോകും. കാരണം സവോളയിലുള്ള നന്നായിട്ട് വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ സവോള ഒന്നും ചേർക്കണ്ട. സവോള ഒന്നും ചേർക്കാണ്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ചുവന്നുള്ളി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 ചുവന്നുള്ളിയും കൂടിയിട്ട് ചേർക്കാം. ചുവന്നുള്ളി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചതച്ചിട്ടാണ് ചേർക്കണേ കേട്ടോ. വെളുത്തുള്ളി ചതച്ചിട്ട് എടുക്കണം. അപ്പോൾ ചുവന്നുള്ളി ചേർക്കണുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചിട്ട് ചേർക്കാം. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് മുളക് പൊടി ചേർക്കണില്ല. എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതേപോലെ ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തേക്കണ ഉണക്കമുളക് ഉണ്ടല്ലോ, ഇങ്ങനത്തെ മുളക് എടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഒന്നിനെയും കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള ഉണക്കമുളക് ഉണ്ടല്ലോ, അത് നമ്മൾ മിക്സിയിലിട്ടിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ മുളകിൻ്റെ പൊടി നമ്മൾ ചേർക്കണ്ട, അത് ഓൾറെഡി നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ. പിന്നെ മല്ലിപ്പൊടിയും ചേർക്കണില്ല. പിന്നെ ഗരം മസാല ഒന്നും ഞാൻ ഇതിലേക്ക് ചേർക്കണില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു 2 നുള്ളി ഗരം മസാല വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഇവിടെ ചെറുതായിട്ട് ചൂടാക്കി തുടങ്ങിയപ്പോൾ അത് നമ്മുടെ നാട്ടിലുള്ള കറുത്ത ഉറുമ്പുണ്ടല്ലോ, ഈ ഉറുമ്പൂടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മുറത്തിലുണ്ടായത് കേട്ടോ. ഇത് ഇവിടേക്കാണ് ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഈ ഉരുളൻകിഴങ്ങ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഉരുളൻകിഴങ്ങ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കണമല്ലോ. ഞാനിവിടെ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് ഒന്ന് തൊണ്ട് കളഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതേപോലെ പീലർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീലർ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് തൊണ്ട് കളഞ്ഞിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ തൊണ്ട് അങ്ങോട്ട് മാറ്റിയെടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് വെള്ളത്തിലേക്ക് ഇടാത്തത്. ഇത് കട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ട് വെള്ളത്തിലേക്ക് ഇടാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഈ തൊലി മാറ്റി വരുമ്പോൾ സമയം എടുക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചോ. ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ, ഇതെങ്ങനെ കട്ട് ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീളത്തിലുണ്ടോ കട്ട് ചെയ്യുന്നത്, അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഇതേപോലെ ഇങ്ങനെ നല്ല കനം കുറച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഫസ്റ്റ് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്യാം. സാധാരണ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യില്ലേ, അതേപോലെ. പക്ഷേ ഇത് നല്ല എളുപ്പമാണ്, പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്യാം. ഒരുപാട് കൊണ്ട് കനം കുറയ്ക്കണ്ട, കുറച്ച് കനത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഭയങ്കര കനം കുറച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്ട് വെന്ത് കഴിഞ്ഞ് വരുമ്പോഴേ ഇതാണ്ട് കുഴഞ്ഞു പോകും. കുറച്ച് കനത്തിൽ ഇരുന്നോട്ടെ. അപ്പോൾ ബാക്കിയുള്ളതെല്ലാനും ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇതെല്ലാവരും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എടുക്കണം. ഇത് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കണം കേട്ടോ. ഉരുളൻകിഴങ്ങ് ഞാനിവിടെ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് എടുക്കാം. ഈ കല്ല് ഞാനിവിടെ കാലത്ത് ചതയ്ക്കാൻ എടുത്തത് കേട്ടോ, പിന്നെ ഞാനിപ്പോൾ കഴുകണില്ല. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചുവന്നുള്ളി ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 ചുള ചുവന്നുള്ളി കൂടിയും ചേർക്കാം. ഇനി ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇത് ചെറിയൊരു ഉരുളി കേട്ടോ, ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്, അധികം കനമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കട്ടെ, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ ഞാനിതിലേക്ക് കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് കേട്ടോ, കാരണം ഈ ഉരുളൻകിഴങ്ങൊന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക്
1 ടീസ്പൂൺ കടുക് ചേർക്കുക. അല്ലെങ്കിൽ കടുക് നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർക്കുക. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഈ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. കാരണം ഇതിലേക്ക് നമ്മൾ സവോളയൊന്നും ചേർക്കണില്ലല്ലോ, വെളുത്തുള്ളിയുള്ളോ ചേർക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളിയുടെ ഉള്ളിൽ വെള്ളമൊന്നുമില്ല. അപ്പോൾ വെളുത്തുള്ളി തന്നെ ചേർക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് മുരിയും. അപ്പോൾ തീ കുറച്ച് വെച്ചില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി നമ്മളിട്ട് ഒന്ന് ഇളക്കി വരുമ്പോഴേക്കും ചിലപ്പോൾ കരിക്ക് പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ തീ നന്നായിട്ട് കുറച്ചിട്ടാണ് വെച്ചേക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനിവിടെ മസാലപ്പൊടികളാണ് ചേർക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ തീ ഓഫ് ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല. കാരണം ഓയിലിന് അത്യാവശ്യം നല്ല ചൂടുണ്ടല്ലോ. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്തേക്കണ ഉണക്കമുളക് ചേർക്കുക. അത് ഞാനിതിലേക്ക് ഇത്രയ്ക്കാണ് ചേർക്കുന്നത്. ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂണിൻ്റെ എടുത്തിട്ടുണ്ട്. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ എന്തായിരുന്നാലും ഇത് കരിഞ്ഞു പോകും. ഇതിലേക്ക് കറിവേപ്പില ചേർക്കുക. ഇനി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക. ഇനി ഞാനിവിടെ തീ കൂട്ടി വയ്ക്കാണ്. ഈ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. അപ്പോൾ മസാലപ്പൊടികൾ കരിഞ്ഞു പോരുന്ന മസാലപ്പൊടികൾ ഇടാൻ പോണതിന് മുമ്പ് തീ നന്നായിട്ട് കുറച്ച് വെക്കണം. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ തീ കുറച്ച് വെച്ചേക്കാം കേട്ടോ. നിങ്ങൾ അതനുസരിച്ചിട്ട് തീ കൂട്ടിയും കുറച്ചും വെച്ച് കൊടുക്കുക. ഈ സവോള ചേർക്കാത്തത് കൊണ്ട് തന്നെ ഈ വെളുത്തുള്ളിക്കും പെട്ടെന്ന് അങ്ങോട്ട് മുരിയും. അപ്പോൾ തീ അങ്ങനെ കൂട്ടി വെക്കണ്ട. അപ്പോൾ ഇത് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഒരു കിലുങ്ങണ സൗണ്ടൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം തെളിക്കണ്ട. അതേപോലെ കയ്യിലെടുത്തിട്ട് ഒരു 3 പ്രാവശ്യം തെളിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പൊക്കെ നമ്മൾ ഫസ്റ്റ് ചേർക്കുമ്പോൾ കുറച്ച് ചേർത്താൽ മതി. പിന്നെ ഉരുളക്കിഴങ്ങ് ഒരു ഇതൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് നോക്കാൻ മതി. കാരണം ഉരുളക്കിഴങ്ങിനൊന്നും അധികം ഉപ്പ് വേണ്ടി വരില്ല. ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാനിവിടെ തീ കൂട്ടി വയ്ക്കാം കേട്ടോ. ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ തീ കുറച്ചിട്ട് മൂടി വയ്ക്കും. ഒരുപാട് വെള്ളം ചേർക്കരുത് കേട്ടോ. ഒരുപാട് വെള്ളം ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് വെന്ത് കുഴഞ്ഞു പോകും. ഉരുളക്കിഴങ്ങ് ഇതിനകത്ത് കിടന്നിട്ട് ഇങ്ങനെ മുരിഞ്ഞിട്ട് ഇങ്ങനെ വെന്ത് വരണം. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ മസാലയൊക്കെ ഉരുളക്കിഴങ്ങിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വയ്ക്കുക. അപ്പോൾ വലിയ ബർണറൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിനേക്കാളും കുറച്ചും കൂടി ഒന്ന് കുറച്ച് വയ്ക്കണം. ഈ വളം ഞാൻ ടൂർ പോയപ്പോൾ വാങ്ങിച്ചത് കേട്ടോ. അവിടെ ഒരു ഗ്ലാസ് ഫാക്ടറി ഉണ്ടായിരുന്നു. അവിടെ ഒരു ചെറിയൊരു ഇങ്ങനെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. എന്നിട്ട് നമ്മുടെ നാട്ടിലേക്ക് ഒരു സ്റ്റൈൽ പോലെ ഇങ്ങനത്തെ 2 വാങ്ങിച്ചിട്ടുണ്ട്. ഇതും പിന്നെ വേറൊരു ബ്ലാക്ക് കളർ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല രസമല്ലേ? അതിന് പക്ഷേ അധികം വിലയായില്ല കേട്ടോ. $6 ആയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചേർത്തേക്കണ വെള്ളം തിളച്ചിട്ടുണ്ട്. വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെള്ളമൊന്നുമില്ല കേട്ടോ. അടിയിൽ വളരെ കുറച്ച് വെള്ളമാണ് പറയണത്. കാരണം കുറേ വെള്ളം ഒഴിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറിയുടെ നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല. ശരിക്കും വെള്ളം തെളിച്ച് കൊടുത്തില്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് നമുക്ക് ചെറിയ തീയിലിട്ടിട്ടുണ്ടെങ്കിൽ ആവിയിലിട്ടിട്ട് നമുക്ക് വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ കുറച്ച് വെള്ളവും തെളിച്ച് കൊടുത്തു മാത്രം. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് മാത്രം വെള്ളം ചേർത്താൽ മതി. ഈ തീ കുറച്ചിട്ട് മൂടി വയ്ക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പം എൻ്റെ ബർണർ കുറച്ച് വലിയ ബർണറാണ്. അപ്പോൾ ഞാനിവിടെ മീഡിയത്തിനേക്കാളും കുറച്ചും കൂടി കുറച്ചിട്ടുണ്ട് വെച്ചേക്കുന്നത്. ഒരു അത്രയ്ക്കാണ്ട് അധികം ചൂടിലല്ല വെച്ചേക്കുന്നത്. ഉള്ള നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വെന്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതാട്ടോ ഈ കറിയുടെ ടേസ്റ്റ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരുപാട് വെന്ത് അങ്ങോട്ട് കുഴഞ്ഞു പോകാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ഇത് നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് പുറത്ത്. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാല റെഡി ആയിട്ടുണ്ട്. ഞാൻ അത് ടേസ്റ്റ് ചെയ്ത് നോട്ടെ കേട്ടോ.
അതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്, പുറത്ത് നന്നായിട്ട് മുരിഞ്ഞിരിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. സാധാരണ അല്ലെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വെന്ത് ഇങ്ങനെ ഉടഞ്ഞു പോകുമല്ലോ, പക്ഷേ ഇതിങ്ങനെ ഒട്ടും ഉടഞ്ഞിട്ടില്ല. പക്ഷേ പുറത്ത് നന്നായിട്ട് മുരിഞ്ഞിരിക്കുന്നുണ്ട്. ആ കുരുമുളകിൻ്റെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്, അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്. കൂടി നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ ഉള്ളിൽ വയ്ക്കാം, അല്ലെങ്കിൽ ചപ്പാത്തിയുടെ ഉള്ളിൽ ഫസ്റ്റ് മയോനീസോ അല്ലെങ്കിൽ വൈറ്റ് സോസ് ഉണ്ടല്ലോ, അത് ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ട് ഇതും കൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വെജിറ്റബിൾസൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല രസമുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. വെറുതെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അതിൽ കഴിച്ചിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. അപ്പോൾ ഞാൻ വെക്കേഷന് പോയേക്കായിരുന്നു പറഞ്ഞല്ലോ, ഞങ്ങൾ വെള്ളിയാഴ്ച വെക്കേഷന് പോയേക്കായിരുന്നു. ഇന്നലെ വൈകിട്ടാണ് തിരിച്ചെത്തിയത്. അപ്പോൾ റെസിപ്പികൾ ചെയ്തിട്ട് കുറച്ച് ദിവസമായല്ലോ. എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റെസിപ്പികൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കുമ്പോൾ അത്രയ്ക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് വരാമെന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.